കുവൈറ്റിൽ വിദേശ രാജ്യങ്ങളുടെ പതാകകളും വിഭാഗീയ ചിഹ്നങ്ങളും പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന 2025 നിയമ ഭേദഗതി ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നു. 1961 ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട നിയമം നമ്പർ 26 ഭേദഗതിയുമായി പുറത്തിറക്കിയ പുതിയ നിയമം അഥവാ ഡിക്രി നിയമം നമ്പർ 73 കുവൈറ്റ് അൽ-യൗം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. പുതിയ നിയമപ്രകാരം കുവൈറ്റിൽ വിദേശ പതാകകൾ ഉയർത്തുന്നത് പൊതുവെ നിരോധിച്ചിരിക്കുന്നു. ആഭ്യന്തര മന്ത്രിയുടെ മുൻകൂർ അനുമതിയില്ലാതെ പൊതുപ്രദർശനങ്ങൾ, ആഘോഷങ്ങൾ, അവധി ദിവസങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും സന്ദർഭത്തിൽ വിദേശ പതാകകൾ ഉയർത്താൻ അനുവദനീയമല്ല. പ്രാദേശികവും അന്താരാഷ്ട്രവുമായ കായിക മത്സര അവസരങ്ങളിൽ മാത്രമായി വിദേശ പതാകകൾ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഈ ഇളവ് മുൻകൂർ അനുമതിയില്ലാതെ ഉപയോഗിക്കാവുന്നതാണ്. മതം, സമുദായം, ഗോത്രം, വിഭാഗം തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങളും മുദ്രാവാക്യങ്ങളും പൊതുവിടങ്ങളിൽ ഉപയോഗിക്കുന്നത് പുതിയ നിയമം നിരോധിക്കുന്നു. കായിക ക്ലബ്ബുകളുടെ ഔദ്യോഗിക പതാകകൾക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കൽ നൽകിയിട്ടുണ്ട്. ദേശീയ ഐക്യത്തെ ലംഘിക്കുന്നതായും ഉത്തേജകമായതായും കണക്കാക്കുന്ന ഏതൊരു പ്രതീകാത്മക പ്രകടനവും നിയമപരമായി തടയപ്പെടും. പൊതുവായ നിയമലംഘനങ്ങൾക്ക് ആർട്ടിക്കിൾ 2, 3 അല്ലെങ്കിൽ 4 ലംഘിക്കുന്നവർക്ക് 3 മാസം വരെ തടവും 100 മുതൽ 1000 ദിനാർ വരെയുള്ള പിഴയും ലഭിക്കാം. ദേശീയ പതാകയുടെ ദുരുപയോഗം, സ്വകാര്യ കെട്ടിടങ്ങളിൽ പതാക തുടർച്ചയായി പ്രദർശിപ്പിക്കൽ, വാണിജ്യ പരസ്യ ലക്ഷ്യങ്ങളായി പതാക ഉപയോഗിക്കൽ, അപമാനകരമായ രീതിയിലുള്ള പതാക പ്രദർശനം ഇവയ്ക്ക് 1 വർഷം വരെ തടവും 300 രൂപ മുതൽ 2000 ദിനാർ വരെയുള്ള പിഴയും ചുമത്തും. ദേശീയ ഐക്യത്തിനായുള്ള കർശന നീക്കം. കുവൈറ്റ് ഭരണകൂടം ദേശീയ ഐക്യവും പരസ്പര ബഹുമാനവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിയമ ഭേദഗതികൾ കൊണ്ടുവന്നത്. രാജ്യത്തിന്റെ അന്താരാഷ്ട്ര സൗഹൃദ ബന്ധങ്ങൾക്കും ആഭ്യന്തര സമാധാനത്തിനും ഹാനികരമായ ഏതൊരു ചിഹ്നപ്രകടനവും ഇനി മുതൽ നിയമപരമായി നിയന്ത്രിക്കപ്പെടും. അതേസമയം ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം പാകിസ്ഥാൻ പൗരന്മാർക്ക് വലിയ ആശ്വാസം നൽകുകയാണ് കുവൈറ്റ്. 19 വർഷം പഴക്കമുള്ള പാകിസ്ഥാൻ പൗരന്മാർക്ക് കുവൈറ്റ് വിസ നിരോധനം കുവൈറ്റ് പിൻവലിച്ചു. ഇതുവരെ പാകിസ്ഥാന്റെ പൗരന്മാർക്ക് കുവൈറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ കുവൈറ്റിന്റെ ഈ തീരുമാനം പാകിസ്ഥാൻ പൗരന്മാർക്ക് കുവൈറ്റിൽ തൊഴിൽ ലഭിക്കുന്നതിന് ധാരാളം അവസരങ്ങൾ തുറന്നുകൊടുക്കുകയാണ്. പ്രത്യേകിച്ച് കുവൈറ്റിലെ ആരോഗ്യ സംരക്ഷണം, എണ്ണ വിദഗ്ധ തൊഴിൽ മേഖലകളിൽ പാകിസ്ഥാനികൾക്ക് ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിയും. അതേസമയം പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ബന്ധവും കുവൈറ്റിന്റെ ഈ തീരുമാനം മെച്ചപ്പെടുത്തും. കുവൈറ്റിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് ഇനി വിസ അപേക്ഷകൾ ലഭ്യമാക്കുക. ഇത് പാകിസ്ഥാനികൾക്ക് അപേക്ഷിക്കാനും യാത്ര ആസൂത്രണം ചെയ്യാനും എളുപ്പമാക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ കുവൈറ്റ് ബന്ധത്തിലെ ഒരു നാഴികക്കല്ലാണിതെന്ന് ഈ തീരുമാനത്തെക്കുറിച്ച് കുവൈറ്റിലെ പാകിസ്ഥാൻ അംബാസിഡർ ഡോക്ടർ സഫർ ഇക്ബാൽ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാനികൾക്കായി വിസ ചാനൽ വീണ്ടും തുറക്കുന്നത് കുവൈറ്റിന്റെ തൊഴിൽ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, പാകിസ്ഥാനിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കും ഗുണം ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത്. വൈദഗ്ധ്യമുള്ള പാകിസ്ഥാൻ തൊഴിലാളികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ തുറന്നിട്ടുണ്ട്. ഇതുകൂടാതെ ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക സഹകരണത്തിലേക്ക് നീങ്ങാനും കഴിയും. കുവൈറ്റ് വിപണികളിലേക്കുള്ള പുനഃപ്രവേശനം പാകിസ്ഥാൻ ബിസിനസ്സുകൾക്കും സംരംഭങ്ങൾക്കും നിക്ഷേപകർക്കും അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. സമ്പദ് വ്യവസ്ഥയ്ക്ക് പുറമെ ഈ തീരുമാനം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ധർ പറയുകയാണ്. കുവൈറ്റും പാകിസ്ഥാനും പുതിയ തൊഴിൽ ധാരണാപത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കുവൈറ്റിലെ പാകിസ്ഥാൻ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിയന്ത്രിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. തൊഴിൽ കുടിയേറ്റത്തിന് കൂടുതൽ ഘടനാപരമായ സുരക്ഷിതമായ ഒരു ചട്ടക്കൂട് ഇത് നൽകും. കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.